പാർട്ട് 2ലേക്കുള്ള ഔഷധ സസ്യങ്ങൾ പറിക്കാൻ ഇറങ്ങിയാണ്. ഒത്തിരി ഔഷധ സസ്യങ്ങൾ വെച്ച് മിക്സായിട്ടുള്ള ഒരു കഞ്ഞിയാണ് നമ്മളത് തയ്യാറാക്കാൻ പോകുന്നത്. കുറുന്തോട്ടിയാണ് നമ്മളിത് ആദ്യമേ പറിച്ചെടുത്തേക്കുന്നത്. കുറുന്തോട്ടിയുടെ വേരും ഇലയും എടുക്കുക. ഇലയെന്ന് പറഞ്ഞാൽ തളിരില, നല്ല ഇല നോക്കി മാത്രം പറിച്ചെടുക്കും. പിന്നെ വേരും കൂടാണ് എടുക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ ആവശ്യമുണ്ട്. നല്ല മുട്ടം കുറുന്തോട്ടി. ഇത് നമ്മളെടുക്കുന്നത് കീഴാനെല്ലിയാണ്. ഇതാണ് കീഴാനെല്ലി. ഇതിൻ്റെ നമ്മൾ വേരും ഇലയും കൂടാണ് ഉപയോഗിക്കുന്നത്. കീഴാനെല്ലി എടുത്തു. മുക്കുറ്റിയുടെ വേര് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, ഇല വേണ്ട. നമ്മുടെ നാട്ടിൻപുറങ്ങളെന്ന് പറഞ്ഞാൽ ഔഷധ സസ്യങ്ങളുടെ കലവറയാണ്. ഈ കീഴാനെല്ലി ആണെങ്കിൽ ഇതെല്ലാം ഒത്തിരി എന്താ പറയുന്നത്, രോഗങ്ങൾക്കുള്ള മരുന്ന് കൂടിയാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ അറിയാം ഈ മുക്കുറ്റിയും കീഴാനെല്ലിയൊക്കെ ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത്. ഇതാണ് ചെറുള. ഇത് കുറുന്തോട്ടി പറിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പം ചെറുള, എന്താ പറയുന്നത്, കീഴാനെല്ലി, ഇതാണെങ്കിൽ മുക്കൂറ്റി. ഇനി നമുക്ക് തുമ്പയും മുയൽച്ചെവിനൂടെ പറിക്കണം. അത് നമുക്ക് പിന്നെ ഞാൻ ദൂരെ പോയി പറിക്കണം. അത് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. പറിച്ചുകൊണ്ട് വന്ന കുറുന്തോട്ടിയുടെ വേര് നമ്മൾ കണ്ടിച്ച് മാറ്റുകയാണ്. വേരാണ് നമുക്ക്, വേര് ഉപയോഗിക്കണം, ഇല ഉപയോഗിക്കണം. പിന്നെ വേര് പ്രത്യേകം കണ്ടിച്ച് മാറ്റുകയാണ്. ഇതൊന്ന് കഴുകിയെടുക്കാൻ. ഇത് നല്ല മണ്ണുണ്ട്, അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് കുറുന്തോട്ടിയുടെ വേരൊക്കെ കണ്ടിച്ച് മാറ്റി വെച്ചു. ഇനി എടുത്തിരിക്കുന്നത് നമ്മൾ തുമ്പയാണ്. തുമ്പയുടെയും വേര് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെക്കാൻ പോകണം. പിന്നെ എടുത്തിരിക്കുന്നത് കീഴാർനെല്ലി. നെല്ലിയുടെ നമ്മൾ വേര് കണ്ടിക്കുന്നൊന്നുമില്ല. കീഴാർനെല്ലി സമൂലം നമ്മളങ്ങ് അരയ്ക്കുവാണ് ചെയ്യുന്നത്. പിന്നെ ചെറുളയും നമ്മൾ സമം അരയ്ക്കുവാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ മുയൽച്ചെവിയനാണ്. മുയൽച്ചെവിയനും നമ്മൾ സമൂലം ആണ് ഇടുന്നത്. ഇത് ഞാൻ ചുമന്നുളസിയുടെ ഇലയാണ്, അതും പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേര് കണ്ടിച്ച കുറുന്തോട്ടിയുടെ കുറച്ച് ഇലയും കൂടി പറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ടില്ല. അപ്പോൾ എല്ലാം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ വേരെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം.
ഇങ്ങനെ ചീകി എടുത്താൽ മതി ഇതിൻ്റെ ഇല്ല. അപ്പം നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഒന്നും നമ്മളിത് ഉരലിലിട്ട് ഇടിച്ചെടുക്കണം. ഉരലില്ലെങ്കിൽ ഇത് അരകല്ലെ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് മിക്സിക്കകത്ത് അരച്ചെടുത്താലും മതി. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകണം നമുക്കത്. അപ്പം എല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്താൽ മാത്രം പോരാ, ചതച്ചതിൻ്റെ നീര് എടുക്കണം. ഇത് ഞാൻ ഒരു ഗ്ലാസ് ഉണക്കളരി കഴുകി അടുപ്പിൽ വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ചതച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് വെന്ത് കിട്ടണം. ഇത് നമ്മൾ മരുന്ന് ഇടിച്ച് പിഴിഞ്ഞു കൊണ്ടുവന്നതാണ്. നമ്മൾ അടുപ്പിൽ വെച്ചിരുന്ന അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മരുന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. മരുന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 സ്പൂൺ ജീരകം കൂടെ അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ നമ്മൾ ഇല അരയ്ക്കുമ്പോൾ ഇലയുടെ കൂടെ തന്നെ ജീരകം അരയ്ക്കുമായിരുന്നു. ഇപ്പം നമ്മളിതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുകയായതുകൊണ്ട് ജീരകം പ്രത്യേകം അരച്ചെടുക്കണം. ഇനി ഈ മരുന്നൂടെ കിടന്ന് ഇതിനകത്തൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ കഞ്ഞിയൊക്കെ നന്നായി പാകമായിട്ട് വന്നിട്ടുണ്ട്. മരുന്നൊക്കെ ചോറ് നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് സ്റ്റൗവ് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് സ്വല്പം പശുവും പാലും കൂടി ചേർത്ത് കൊടുക്കാൻ പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്നീ പശുവും പാൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും വേണം ഉപയോഗിക്കാൻ. അല്ലാതെ കവർ പാൽ നമ്മൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ചെറിയ ചൂടോടുകൂടി കഴിക്കാം. ഇനി ഉപ്പ് നിർബന്ധമായിട്ടുള്ളവർക്കാണെങ്കിൽ ഇന്ദുപ്പ് ഉപയോഗിക്കുക അതിൻ്റെ കൂടെ, അല്ലാതെ നമ്മൾ സാധാ ഉപ്പ് ഉപയോഗിച്ചുകൂടാം. മാക്സിമം ഉപ്പ് ഉപയോഗിക്കാതെ കഴിക്കുക തന്നെയാണ് ഉത്തമം.